ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ടീച്ചിങ് ഡേ ആയല്ലോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പുട്ടും അതുപോലെ തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതുമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏത്തപ്പഴം പുഴുങ്ങിയതല്ല, സാധാരണ ഒരു ഏത്തപ്പഴം 2 പീസാക്കി വെച്ചു. അത് രണ്ടും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു പീസ് പേരയ്ക്ക കഴിച്ചു. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളമോട് കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പഴംപൊരിയും അതുപോലെ തന്നെ വടയും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു പഴംപൊരി ഫാൻ അല്ലാത്ത കാരണം തന്നെ ഞാൻ വടയായിരുന്നു കഴിച്ചത്. അങ്ങനെ ഒരു വട കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ ഒരു ചിപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ചോറിന് കറിയായിട്ട് വൻപയറല്ല ചെറുപയർ തോരനും പിന്നെ ഉള്ളിയും മുളകും ചുട്ട് ചമ്മന്തി അരക്കല്ലോ, ആ ഒരു ചമ്മന്തിയായിരുന്നു. ഇവിടെ എനിക്ക് മാത്രമാണ് ഈ 2 കറി, അല്ലാത്തവർക്കൊക്കെ സാമ്പാറും മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് ഈ കറികളൊന്നും ഇന്ന് കൂട്ടാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കൊച്ചച്ഛൻ മലയ്ക്ക് പോകുന്ന കാരണം തന്നെ എനിക്ക് നെയ്തേങ്ങ വഴിപാടായിട്ടുണ്ട്. അപ്പം നെയ്തേങ്ങ നിറയ്ക്കാൻ പോകുമ്പം ഇന്നലത്തെ കറികളും ഒന്നും കൂട്ടാൻ പാടില്ലല്ലോ. അത് കാരണം തന്നെ നമ്മൾ ഈ ചമ്മന്തിയിലും ചെറുപയർ തോരനിലും ഒക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് പറയണ്ട, ഈ ഒരു ചമ്മന്തി മാത്രം മതി സത്യം പറയാൻ ചോറ് മൊത്തം കഴിക്കാൻ. എന്നാലും ഒരാഡംബരത്തിന് തോരനും കൂടി ഇരിക്കട്ടെ. ഞാൻ കുഞ്ഞിലോട്ട് ഈ ഒരു ഉള്ളിയും മുളകും ചുട്ട ഒരു ചമ്മന്തിയുടെ വലിയൊരു ഫാനാണ്. അത് കാരണം തന്നെ നമ്മൾ ആദ്യം തന്നെ ആ ഒരു മുളക് ചമ്മന്തിയും കൂട്ടി ഇത്തിരി ചോറ്, ഒരു ഉരുള ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെയും ഇത്തിരിയോടെ മുളകെടുത്ത് ആ ചോറുമായിട്ട് ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇത്തിരി ചെറുപയർ തോരനും കൂടി എടുത്ത് ചോറുമായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഒരു ഉരുള ചോറ് കഴിക്കുമ്പം അത് വേറൊരു ഫീല്. പിന്നെ നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഒരു ഗ്ലാസ് ചായ കുടിച്ചു. അതിൻ്റെ കൂടെ ക്രിസ്മസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള ഒരു പീസ് ക്യാരറ്റ് കേക്ക് കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കെട്ടുമുറുക്ക് വീട്ടിൽ ചെന്നപ്പോഴേക്കും അവർക്ക് പായസം തന്നു. അതിൻ്റെ കൂടെ അവലും മലരും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവലും മലരും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ മലയ്ക്ക് കൊണ്ടേ നോക്കി നിന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് 2 ചപ്പാത്തിയും ഇത്തിരി താറാവ് കറി കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ലഞ്ചിന് പറഞ്ഞിച്ചില്ല, അതാണ് ഡിന്നറിനും കൂടെ പറഞ്ഞിച്ചിട്ട് പോവാം. ആദ്യം തന്നെ ഒരു പീസ് ചപ്പാത്തി എടുക്കുക, എന്നിട്ട് ചാറ് നല്ലപോലെ മുക്കുക, എന്നിട്ട് ആ താറാങ്കറിയിൽ നിന്ന് നല്ലൊരു കിഴങ്ങഷ്ണം എടുത്ത് നല്ലപോലെ പൊടിച്ചിട്ട് ആ ചപ്പാത്തിലോട്ട് വെച്ചിട്ട് എല്ലില്ലാത്തൊരു പീസ് എടുത്ത് ചപ്പാത്തിലോട്ട് വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം. എൻ്റെ ഉന്നോ സ്വർഗം. ആ താറാങ്കറിയുടെ കുരുമുളകിൻ്റെയും മസാലയുടെയൊക്കെ ടേസ്റ്റും അടിപൊളി. അപ്പോൾ താറാങ്കറിയുടെ വർണ്ണനയൊക്കെ കേട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് പോവാല്ലേ.